ഇന്ന് 27-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. ആധായ ദ്രുതമഥ വാസുകിം വരത്രം പാഥോതൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനമിതൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ കരോ സുരാരീം. പ്രപഞ്ചത്തിലുള്ള സകല ഔഷധികളുടെയും ജീവികളുടെയും ബീജങ്ങൾ ദേവാസുരന്മാർ പാലാഴിയിലിട്ടു. മന്ദര പർവ്വതത്തെ മത്താക്കി വാസുകി എന്ന സർപ്പത്തെ കയറുമാക്കി. അവർ ഇരുഭാഗങ്ങളിലായി നിന്ന് പാലാഴി കടയാൻ തുടങ്ങി. അപ്പോൾ ഒരു കപടതന്ത്രം ഭഗവാൻ പ്രയോഗിച്ചു. എന്താണത്? ഭഗവാൻ ദേവന്മാരോടൊപ്പം വാസുകിയുടെ ശിരസിന്റെ ഭാഗത്ത് നിലയുറപ്പിച്ചു. അസുരന്മാർ വാലിന്റെ ഭാഗത്ത്. അസുരന്മാർക്ക് ഇത് തങ്ങളെ അപമാനിച്ചതായി തോന്നി. തങ്ങൾക്ക് തലഭാഗം വേണമെന്ന് അവർ വാശി പിടിച്ചു. ഭഗവാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അങ്ങനെ ദേവന്മാർ വാസുകിയുടെ വാൽഭാഗത്തും അസുരന്മാർ തലയുടെ ഭാഗത്ത് നിന്ന് പാലാഴി കടയാൻ തുടങ്ങി. കടയുമ്പോൾ ഉള്ള മർദ്ദവേഗത്തിൽ ശിരസ്സുകളിൽ നിന്ന് വിഷം പുറപ്പെടുമെന്ന് ഭഗവാൻ അറിയാം. ദേവന്മാരെ അതിൽ നിന്നും രക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായത്. ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുടെ കൂടെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ദേവന്മാർ എന്ത് കഷ്ടം ഉണ്ടായാലും ചെന്ന് ശരണം പ്രാപിക്കുന്ന ആരെയാണ്? ഭഗവാൻ വിഷ്ണുവിനെയാണ്. അപ്പം അതുകൊണ്ടാണ് അവരോടൊരു പ്രത്യേക പ്രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാനായിട്ട് കഴിയും. ആധായ ദ്രുതമഥ വാസുകിം വരത്രം പാഥോതൗ വിനീത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ കരോ സുരാരീം.